CPIMൻ്റെ ഈ പരിപാടി ഗസ ഐക്യദാർഢ്യ പരിപാടി ഏതെങ്കിലും നിലക്ക് പബ്ലിക് ഓർഡറിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് അനുമതി കൊടുക്കാൻ പോലീസിനോട് പറയുക. ഇതാണ് കോടതിയുടെ മുമ്പാകെയുള്ള അവരൊരു ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന അതാണ്. പക്ഷേ അതിനപ്പുറം കടന്ന് നിങ്ങൾ എന്തിനാണ് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്തുള്ള ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത്? ഇവിടെ എന്തോരം വിഷയങ്ങളുണ്ട്. അഴുക്കുചാലിൻ്റെ പ്രശ്നമുണ്ട്, ട്രാഫിക് ജാമുണ്ട്, അങ്ങനെ എന്തോരം പ്രശ്നമുണ്ട്. അതിലൊന്നും പ്രതികരിക്കാതെ ആയിരക്കണക്കിനും കാതങ്ങൾക്കപ്പുറം നിൽക്കുന്ന ഫലസ്തീനിലൊരു പ്രശ്നത്തിന് വേണ്ടി എന്തിനാണ് പ്രതികരിക്കുന്നതാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഈ കോടതി മുറിയിലൊക്കെ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരാളുടെ പടം തൂക്കിയിരിപ്പുണ്ടാവും. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ പിതാവായിട്ടാണ്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവായിട്ടാണ് പരിഗണിക്കുന്നത്, നമ്മുടെ രാഷ്ട്രപിതാവായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കാലത്ത് അദ്ദേഹം നേതൃത്വം കൊടുത്ത, അല്ലെങ്കിൽ അദ്ദേഹം വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു, ഖിലാഫത്ത് പ്രക്ഷോഭം എന്ന് പറയും. ഖിലാഫത്ത് പ്രക്ഷോഭം എങ്ങനെയാണ് ഉണ്ടായി വന്നത്? അത് ഇതേമാതിരി ആയിരക്കണക്കിന് കാതങ്ങൾക്കപ്പുറം ഇസ്തംബൂളിലെ ഖലീഫയെ, തുർക്കിയിലെ ഖലീഫയെ ബ്രിട്ടീഷുകാർ ഡീത്രോൺ ചെയ്തപ്പോൾ അതിനെതിരായിട്ടുണ്ടായ പ്രതിഷേധമാണ് ഖിലാഫത്ത് പ്രതിഷേധം എന്ന് പറയുന്നത്. ആ സമരത്തെ സപ്പോർട്ട് ചെയ്ത ആളാണ് ഗാന്ധിജി. അതിനു വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലയിടത്തുമായി പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. ആ ഗാന്ധിജിയുടെ പടയിരിക്കുന്ന കോടതി മുറികളിൽ ഇരുന്നാണ് ഇന്നത്തെ ഒരു ജഡ്ജ് ഇത്രയും അകലെയുള്ള ഒരു പ്രശ്നത്തിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് ചോദിക്കുന്നത്. നമ്മൾ സാമാന്യമായിട്ട് നമ്മുടെ ഒരു കോടതിയുടെ തന്നെ അധികാരത്തിൽ വരാത്ത ചില പ്രമേയങ്ങൾ സ്വയം എടുത്തിട്ട് ആണ് കോടതി ഈ തീർപ്പിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രതിഷേധാർഹമാണ്. ഞാൻ വിചാരിക്കുന്നത് CPIM സുപ്രീം കോടതിയിൽ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. സുപ്രീം കോടതിയിൽ പോവുകയും ഈ ജഡ്ജ്മെൻറ്റ്, ഈ വിധി റദ്ദ് ചെയ്യുകയും വേണം. അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റിന് വലിയ റെഫറൻസ് വാല്യൂ ഉണ്ട്. പല ആളുകളും പിന്നെ അത് ഉദ്ധരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ കോടതി വിധി സുപ്രീം കോടതിയിൽ പോയി ആ കോടതി വിധി റദ്ദ് ചെയ്യിപ്പിക്കാനുള്ള നിയമ നടപടികൾ CPIM സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് വെച്ചാൽ, നിഷാദ് പറഞ്ഞ ഒരു കോടതികളെന്ന് പറഞ്ഞാൽ കോടതികൾ ജഡ്ജിമാരായിരിക്കുന്ന ആളുകൾ മനുഷ്യരാണ്. അവർ ഈ പറയുന്ന നമ്മളുടെ സമൂഹത്തിൽ ഇങ്ങനെ തിടം വെച്ച് കനം വെച്ച് നിൽക്കുന്ന ആശയങ്ങൾ, നറേറ്റീവ്സ്, അതിൽ ആ ഒരു ഒഴുക്കിൽപ്പെട്ടു പോകുന്ന കാരിഡ് അവേ ആയി പോകുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു സാഹചര്യം രാജ്യത്തുണ്ട്. സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഈ ഗസ ആക്രമണം തുടങ്ങിയതിന് ശേഷം ഇന്ത്യയിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടികൾക്ക് നേരെ നടന്നിട്ടുള്ള പോലീസ് നടപടികൾ, അതിനെതിരെ ഹിന്ദുത്വ മോബുകൾ നടത്തിയുള്ള ആക്രമണം അതൊന്നുമല്ല, പോലീസ് എടുത്തിട്ടുള്ള ആക്ഷനുകൾ കമ്പൈൽ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ ലോകത്ത് മറ്റൊരു രാജ്യത്തുമില്ലാത്ത വിധം ഈ പറയുന്ന ഫലസ്തീൻ സോളിഡാരിറ്റി പ്രോഗ്രാമുകൾക്ക് നേരെ പോലീസ് ക്രാക്ക് ഡൗൺ നിരന്തരം നടന്നിട്ടുള്ളൊരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അത് നമ്മൾ മനസ്സിലാക്കണം. അത് എല്ലായിടത്തും നടന്നിട്ടുണ്ട്.